നമസ്കാരം. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. തൃശൂർ കൂർക്കഞ്ചേരിയിൽ കൈക്കുഞ്ഞുമായി എത്തിയ യുവതിയെ വോട്ടിടുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തിയതിന് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി. വോട്ട് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ വാഹനാപകടത്തിൽ ഗൃഹനാഥൻ മരിച്ചു. പേരാമ്പ്ര തേശ്ശേരി കരുവാൻ വീട്ടിൽ 61 വയസ്സുള്ള ഗോപിയാണ് മരിച്ചത്. ഭാര്യ അംബിക ആശുപത്രിയിൽ ചികിത്സയിൽ. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തൃശൂർ കൂർക്കഞ്ചേരിയിൽ കൈക്കുഞ്ഞുമായി എത്തിയ യുവതിയെ വോട്ടിടുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തിയതിന് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി. തൃശൂർ കൂർക്കഞ്ചേരി ബോധാനന്ദ സ്കൂളിലെ ബൂത്തിലാണ് 27-കാരി അക്ഷയ സന്തോഷിന് ദുരനുഭവം ഉണ്ടായത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ 4 വയസ്സുകാരി മകൾ ഋതിയോടൊപ്പം പോളിംഗ് ബൂത്തിലെത്തിയ അക്ഷയ വോട്ടിട്ട് മടങ്ങിയത് വൈകിട്ട് 6:05. 3 നാൾ മുമ്പ് മിക്സിയിൽ നിന്നാണ് മുറിവേറ്റത്. പ്രിസൈഡിംഗ് ഓഫീസറായ ജി മഞ്ജു തടഞ്ഞതോടെ അക്ഷയയുടെ പിതാവ് സന്തോഷ് വീട്ടിൽ നിന്ന് മെഡിക്കൽ രേഖ കൊണ്ടുവന്ന് കാണിച്ചു. എന്നിട്ടും അനുമതി കിട്ടാതായതോടെ മുൻമന്ത്രി VS സുനിൽകുമാർ ഉൾപ്പെടെ പ്രിസൈഡിംഗ് ഓഫീസറുമായി വാഗ്വാദത്തിലായി. പിന്നീട് റിട്ടേണിംഗ് ഓഫീസറും ADMഉം എത്തി പറഞ്ഞു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ വോട്ടിങ്ങിന് അനുവദിക്കണമെന്ന് ഫോണിൽ ആവശ്യപ്പെട്ടു. എങ്കിലും പ്രിസൈഡിംഗ് ഓഫീസർ അനുവദിച്ചില്ല. ഒടുവിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖൽക്കർ തന്നെ വേണ്ടിവന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം കൈത്തണ്ടയിൽ മഷി പുരട്ടിയാണ് അക്ഷയ വോട്ടിട്ടത്. മീഡിയ ടൈം തൃശൂർ. വോട്ട് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ വാഹനാപകടത്തിൽ ഗൃഹനാഥൻ മരിച്ചു. പേരാമ്പ്ര തേശ്ശേരി കരുവാൻ വീട്ടിൽ 61 വയസ്സുള്ള ഗോപിയാണ് മരിച്ചത്. ഭാര്യ അംബിക ഗുരുതരാവസ്ഥയിൽ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ. സ്വന്തം വീട് പേരാമ്പ്രയിലാണെങ്കിലും ഭാര്യ വീടായ അവിട്ടത്തൂരിലാണ് താമസിക്കുന്നത്. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ തേശ്ശേരി പള്ളി ബൂത്തിൽ വോട്ട് ചെയ്ത് തിരിച്ച് അവിട്ടത്തൂരിലേക്ക് പോകുന്ന കല്ലേറ്റുങ്കര ഇരിങ്ങാലക്കുട റൂട്ടിൽ മുസ്ലിം പള്ളിക്ക് സമീപം ഗോപിയും ഭാര്യയും സഞ്ചരിച്ചിരുന്ന ബൈക്ക് എതിർദിശയിൽ വന്ന എയ്സ് വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. വൈകിട്ട് 5:15 അപകടം. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഗോപി മരിച്ചു. ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ടഗ് ഓഫ് വാർ 2025-2026 മത്സരങ്ങൾക്ക് സഹൃദയ കോളേജിൽ തുടക്കമായി. മത്സരങ്ങൾക്ക് മുന്നോടിയായി യൂണിവേഴ്സിറ്റി ടീമുകളുടെ മാർച്ച് പാസ്റ്റ് നടന്നു. ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് പോളി കണ്ണുക്കാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട് സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ സക്കീർ ഹുസൈൻ, ഡെപ്യൂട്ടി ഡയറക്ടർ ബിബിൻ ജി, ഐഡറ്റ് പ്രസിഡന്റും സഹൃദയയുടെ മാനേജറുമായ വിൽസൺ ഈരത്തറ, യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് MB ഫൈസൽ, സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജോജി കല്ലിങ്ങൽ, സഹൃദയ പ്രിൻസിപ്പൽ ജോയ് KL, വൈസ് പ്രിൻസിപ്പൽ K കരുണ, കായിക വിഭാഗം മേധാവി പോൾ ചാക്കോ എന്നിവർ പങ്കെടുത്തു. വടംവലി രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ 12 താരങ്ങളെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. ഏപ്രിൽ 11-നാണ് മത്സരങ്ങൾ സമാപിക്കുന്നത്. മാള ലയൺസ് ക്ലബ്ബിൽ ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനവും ഫാമിലി മീറ്റും നടന്നു. ഡിസ്ട്രിക്ട് ഗവർണർ T ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 10-നുള്ളിൽ ഒരു സ്ഥാനത്തിലെത്താൻ ഒട്ടും പ്രയാസമില്ലാത്ത ഒരു ക്ലബ്ബ് കൂടെയാണ് ലയൺസ് ക്ലബ്ബ് ഓഫ് മാള എന്നുള്ളത്. ഇനിയുള്ള 3 മാസക്കാലം ഗംഭീരമായി പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന 10-നുള്ളിലെത്താൻ അവർക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. എന്തായാലും ഒട്ടനവധി പ്രൊജക്റ്റുകളെല്ലാം മന്ന ഉൾപ്പെടെയുള്ള ഒട്ടനവധി പ്രൊജക്റ്റുകളെല്ലാം ചെയ്ത് തീർത്ത ഒരു ക്ലബ്ബും കൂടിയാണ് ലയൺസ് ക്ലബ്ബ് ഓഫ് മാള. 52 വർഷത്തെ പാരമ്പര്യമുണ്ട് ഈ ക്ലബ്ബിന്. 52 വർഷം ചെറുതൊന്നുമല്ല. ഞാൻ ജനിച്ചിട്ട് അധികകാലമൊന്നും ആയിട്ടില്ല. ആ സമയം എന്തായാലും ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ക്ലബ്ബും ഉണ്ടായി എന്നുള്ളതാണ്. അതിൻ്റെ എല്ലാം ശക്തമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളൊക്കെ നാളിതുവരെ നമ്മൾ കണ്ടിട്ടുമുണ്ട്. എന്തായാലും ഇനി ഉള്ള ബാക്കി സമയങ്ങളിൽ ഞാൻ പറഞ്ഞു, ഞാൻ എവിടെ പോയാലും അത് പറയേണ്ടതാണ്. ഇറ്റ്സ് മൈ ബൗണ്ടൻ ഡ്യൂട്ടി ടു അനൗൺസ് ദാറ്റ് അവർ ഇന്റർനാഷണൽ പ്രസിഡന്റ് Lan Arvinder Pal Singh, a proud Indian, had a mission, and another incoming president and outgoing president, Lan Fabricio Oluvaria. ക്ലബ് പ്രസിഡന്റ് സെലിൻ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ പദ്ധതിക്കായി തയ്യൽ മെഷീനുകളുടെ വിതരണവും രോഗികൾക്ക് എയർബെഡുകൾ, വാക്കറുകൾ എന്നിവയുടെ വിതരണവും മുൻ പ്രസിഡന്റുമാരെ ആദരിക്കൽ ചടങ്ങും അംഗത്വ വിതരണവും നടന്നു. രാധിക ജയകൃഷ്ണൻ, MN പ്രവീൺ, വിജയഗോപാലപിള്ള, വിമൽ വേണു, ബിജു പുറത്തൂർ, ജിജ ദേവസി, സാലി പീറ്റർ എന്നിവർ സംസാരിച്ചു.
സംസ്ഥാനത്ത് സ്വർണ്ണവില കൂടി. ഗ്രാമിന് 75 രൂപയും പവന് 600 രൂപയുമാണ് ഇന്ന് വർദ്ധിച്ചത്. ഇതോടെ ഒരു പവൻ സ്വർണ്ണത്തിന് 1,12,200 രൂപയും ഗ്രാമിന് 14,025 രൂപയുമായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ കൂർക്കഞ്ചേരിയിൽ കൈക്കുഞ്ഞുമായി എത്തിയ യുവതിയെ വോട്ടിടുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തിയതിന് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി. വോട്ട് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ വാഹനാപകടത്തിൽ ഗൃഹനാഥൻ മരിച്ചു. പേരാമ്പ്ര തേശ്ശേരി കരുവാൻ വീട്ടിൽ 61 വയസ്സുള്ള ഗോപിയാണ് മരിച്ചത്. ഭാര്യ അംബിക ആശുപത്രിയിൽ ചികിത്സയിൽ. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.